PSC പലവട്ടം ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് വിഭക്തി എന്നൊരു ഭാഗത്ത് വരുന്നത്. അപ്പോൾ ഇന്ന് വിഭക്തി എന്ന ഭാഗത്ത് വരുന്ന കാര്യങ്ങൾ നോക്കാം. അപ്പോൾ എന്താണ് വിഭക്തി എന്ന് ചോദിച്ചാൽ, ഒരു നാമത്തിന് മറ്റ് പദങ്ങളോടുള്ള ബന്ധം കുറിക്കുന്ന രീതിയാണ് വിഭക്തി എന്ന് പറയുന്നത്. ഒരു നാമത്തിന് മറ്റ് പദങ്ങളോടുള്ള ബന്ധം കുറിക്കുന്ന രീതി. ഇപ്പോൾ ഒരു വാക്യം പറയുകയാണെങ്കിൽ, രാമൻ്റെ പേന. ഇവിടെ രാമനും പേനയും തമ്മിൽ ഒരു ബന്ധമുണ്ടല്ലേ. അതുപോലെ രാമന് പേന കൊടുത്തു. ഈ ഒരു സെൻറ്റൻസിലും രാമനും പേനയും തമ്മിലൊരു ബന്ധമുണ്ട്. പക്ഷേ ആദ്യത്തെ സെൻറ്റൻസിൽ പറഞ്ഞ അതേ ബന്ധമല്ല ഇവിടെ ഉള്ളത്. അടുത്തത് രാമനെ കണ്ടു. ഇവിടെ രാമനും കണ്ടു എന്ന രണ്ട് പദങ്ങൾ തമ്മിലൊരു ബന്ധമുണ്ടല്ലേ. അപ്പം ഇത്തരത്തിൽ ഒരു നാമത്തിന് മറ്റ് പദങ്ങളോടുള്ള ബന്ധം കുറിക്കുന്ന രീതിയാണ് നമ്മൾ വിഭക്തി എന്ന് പറയുന്നത്. അതിനായിട്ട് നാമത്തോടൊപ്പം ചേർക്കുന്ന ശബ്ദത്തെ വിഭക്തി പ്രത്യയം എന്ന് പറയുന്നു. അപ്പം ആദ്യത്തെ സെൻറ്റൻസിൽ രാമൻ്റെ പേന, അതിൽ ഇൻ്റെ എന്നുള്ളൊരു പദം കൊടുത്താണ് രാമനെയും പേനയും നമ്മൾ ബന്ധിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇൻ്റെ എന്നെ നമുക്ക് വിഭക്തി പ്രത്യയം എന്ന് പറയാൻ സാധിക്കും. ഈ വിഭക്തി പ്രധാനമായിട്ടും 7 വിധമാണ് ഉള്ളത്. 7 തരത്തിൽ വിഭക്തി ഉള്ളത് കൊണ്ട് തന്നെ 7 വിഭക്തി പ്രത്യയങ്ങളും ഉണ്ടായിരിക്കും. ആദ്യത്തെ